ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും BRAP റാങ്കിങ്. സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസും. ഇവരെ കുഴൽനാടൻ ബാധിച്ചതാണോ അതോ കുഴൽനാടനെ എവർ ബാധിച്ചതാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ബാധയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈസ് ഓഫ് ഡൂയിങ്ങിനെ പറ്റി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. മന്ത്രി പറയുന്നു ആ റാങ്കിങ് നിർത്തലാക്കിയതാണ് എന്ന്. ഉടൻ തന്നെ മാതൃഭൂമി കാർഡ് അങ്ങടിച്ചിറക്കി. പക്ഷേ ഇതിന് മറുപടിയായി കുടലിന് മന്ത്രി രാജീവ് നൽകിയ ഒരു മറുപടിയുണ്ട് മുമ്പ് നിയമസഭയിൽ. ഇത് സർ, ഈ രണ്ട് വസ്തുതാപരമായ അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിച്ച് രേഖകളുടെ ഭാഗമാകും എന്നതുകൊണ്ടാണ് അങ്ങേടല്ല ഞാൻ ഈ ഘട്ടത്തിൽ ഇടപെടുന്നത്. ഒന്ന്, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയെ കിടക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ അംഗം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ റാങ്കിൽ വന്നിട്ടില്ല. അതെന്തോ പരീക്ഷ എഴുതിയ പോലെയാണ്, നമ്മൾ ആസ്പിരന്റിലാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹം നിൽക്കുന്നത് 2020 റാങ്കിങ്ങില്ല. അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ആസ്പിരന്റിലായിരുന്നു. ഇപ്പൊ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ്, BRAP ആണ്, 2021 മുതൽ തന്നെ. അതില് അദ്ദേഹം പറഞ്ഞപ്പോ അന്ന് ശരിയായിരുന്നു, അന്ന് നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു. എമർജിങ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് അച്ചീവർ ആണ് അന്ന്, അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും 9 എണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. അതായത് ഈസ് ഓഫ് ഡൂയിങ് എന്ന റാങ്കിങ്ങിന് പകരമാണ് ഇത് വന്നത് എന്ന് വ്യക്തം. BRAP ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നത് ഒരൊറ്റ ഇൻഡെക്സ് പരിഗണിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ്. അതുപോലെയല്ല BRAP, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഇതിൽ ഓരോന്നിലും പോയി നോക്കണം, ഓരോ വിഭാഗത്തിലും പോയി നോക്കണം. അതായത് കൈയും കാലും ഒക്കെ നിറയെ വിരലുകളുണ്ടല്ലോ, എന്നിട്ട് എത്ര എണ്ണത്തിന് കേരളം 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന് എണ്ണി നോക്കണം. അത് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, സഭയിൽ പറഞ്ഞതാണല്ലോ. തെറ്റാണെങ്കിൽ അന്ന് പ്രതിപക്ഷം സഭയിലുണ്ടല്ലോ, ഒന്നും മിണ്ടിയിട്ടുമില്ല. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് എന്ന ഒറ്റ പോയിന്റിൽ കടിച്ചു തൂങ്ങുകയാണ് പ്രതിപക്ഷം. അത് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. ഇനി മനോരമയ്ക്കും മാതൃഭൂമിക്കും മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ശ്രേയാംസ് കുമാർ ഒരു ദിവസം രാവിലെ വീരേന്ദ്രകുമാറിനെ അച്ഛ എന്നുള്ളതിന് പകരം ഡാഡി എന്ന് വിളിക്കാൻ തീരുമാനിച്ചാൽ ശ്രേയാംസ് കുമാറിനെ ആദ്യം പറഞ്ഞ പദപ്രയോഗത്തിലുള്ള ആളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെയാണോ മാതൃഭൂമിയിലെ മാപ്രകൾ കരുതിയിരിക്കുന്നത്? ഇനി മനോരമയ്ക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. കോട്ടയം കഞ്ഞിക്കുഴിക്ക് സമീപം വരത്തക്കുന്ന് എന്നൊരു വെളിമ്പ്രദേശം ഉണ്ടായിരുന്നു. പിന്നീട് മനോരമ KM മാത്യുവും കൂട്ടരും അവിടെ വാങ്ങി വീട് വച്ച ശേഷം അതിനു മുന്നിൽ മൗണ്ട് വാർത്ത എന്ന പേര് മാറ്റി ബോർഡ് വെച്ചു. പേര് മാറ്റിയാലും വരത്തക്കുന്ന് അല്ലാതാകുന്നില്ലല്ലോ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊരു സംഭവമേ ഇല്ല, പിന്നെ എങ്ങനെ കേരളം ഒന്നാമതാകും എന്ന് വാദിക്കുന്ന കൊങ്ങികളെ കാണുമ്പോൾ പണ്ട് മോഹൻലാലിനോ മറ്റോ ബെസ്റ്റ് ആക്ടറിനൊപ്പമുള്ള നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഭരത് മോഹൻലാൽ എന്ന് വിളിച്ചവരോട് ഭരത് അവാർഡൊക്കെ പണ്ടേ നിർത്തലാക്കിയതാണ്, ഇപ്പം അങ്ങനൊരു അവാർഡില്ല എന്ന് അന്നത്തെ സതീശനും കുഴൽനാടന്മാരും പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. സർക്കാരിൻ്റെ ഒരു പദ്ധതിയെപ്പറ്റിയും പോസിറ്റീവ് ന്യൂസ് കൊടുക്കരുത് എന്ന അജണ്ടയുമായി നടക്കുന്ന കേരള മാപ്രകളുടെ ഇന്നത്തെ പ്രകടനങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാവണം പാബ്ലോ നെരൂദ പണ്ടേ പറഞ്ഞത്, പൂക്കൾ നിങ്ങൾക്ക് ഇറുത്തു മാറ്റാം, പക്ഷേ വസന്തത്തിൻ്റെ വരവിനെ തടയാനാവില്ല. കേരളത്തിൻ്റെ വികസനത്തിനെ പറ്റി നിങ്ങൾ എത്രയൊക്കെ കള്ളവാർത്തകൾ പടച്ചു വിട്ടാലും നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിൻ്റെ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടുകാർക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്, അതിലാണ് കാര്യം.